നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഒരു ഡസനോളം BJP MPമാർ, അതും ജനപ്രതിനിധികളായിട്ടുള്ള ജനങ്ങളുടെ വോട്ട് നേടി ജയിച്ച MPമാർ രാജിവെക്കാനോ അതല്ലെങ്കിൽ പാർട്ടി മാറാനോ സാഹചര്യമുണ്ട്. കൂറുമാറ്റ നിരോധന നിയമം അവർക്ക് പ്രാബല്യത്തിൽ വരും. കാരണം കുറച്ച് MPമാർ മാറിയാൽ BJPയിൽ നിന്ന് മാറുകയാണെങ്കിൽ തീർച്ചയായും അവർ പാർട്ടി വിടുകയാണെങ്കിൽ അവർക്കൊരിക്കലും ആ MP സ്ഥാനത്ത് തുടരാൻ കഴിയില്ല. അതിനുശേഷം അവർക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, അതായത് പാർലമെൻറ്റ് ചർച്ചകളിലൊന്നും പങ്കെടുക്കാനും കഴിയില്ല, വോട്ടവകാശവും ഇല്ല. ഇതാണ് കൃത്യമായി നടക്കാൻ പോകുന്നത്. ഇതിൻ്റെ സൂചനകൾ പുറത്തു വരികയാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ, പടിവാതിൽക്കൽ എത്തി നിൽക്കെ MPമാരുടെ രാജി അത് BJPയെ സമ്മർദ്ദത്തിലാക്കും എന്നുള്ളത് സത്യവത്തായ കാര്യമാണ്. നിലവിൽ BJPയുടെ MPമാരുടെ കണക്ക് നോക്കിയാൽ നമുക്കറിയാം, കേവല ഭൂരിപക്ഷത്തിൽ നിന്നും വലിയ അകൽച്ചയിലാണ്. 240 MPമാരാണ് 2020 എത്തിയതെങ്കിൽ അത് 220 താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാൻ സാഹചര്യമുള്ള പല മേഖലകളും ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു. അസാമിലെ ജോർഹാട്ട് ഉൾപ്പെടെ പല ലോക്സഭാ മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം ജോർഹാത്തിലെ MP ഗൗരവ് ഗൊഗോയ് ലോക്സഭയിലെ പ്രതിപക്ഷ ഉപനേതാവാണ്. അദ്ദേഹത്തിൻ്റെ നിയമസഭയിലേക്കുള്ള പ്രവേശനം, അത് മുഖ്യമന്ത്രി എന്ന രീതിയിലേക്കുള്ള പ്രവേശനം തീർച്ചയായും BJPക്ക് വലിയ അടി തന്നെയായിരിക്കും. അതായത് BJP MPമാർ ഈ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ വലിയ തോതിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളും അരാജകത്വവുമായി ബന്ധപ്പെട്ട റിസർവ് ബാങ്ക് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളിൽ ശക്തമായി മോദിക്കെതിരെ വിമർശനവുമായി വരികയാണ്. സുപ്രീം കോടതി വേഴ്സസ് ഡൽഹി ഹൈക്കോർട്ട് എന്ന രീതിയിലേക്കും ഉനാവോ പീഡനവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ വിചിത്ര വിധിക്കെതിരെ BJP MPമാർ പലരും രംഗത്ത് വരികയാണ്. നമുക്കറിയാം, BJP MPമാരിൽ പലരും, മുൻപ് ഇരുന്നവരിൽ പലരും വലിയ തോതിൽ പ്രശ്നക്കാരായി ഉള്ളവരായിരുന്ന ചില നേതാക്കളുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ ഗുസ്തി താരങ്ങൾ BJPയുടെ ഉത്തർപ്രദേശിലെ ഒരു MPക്കെതിരെ വലിയ തോതിലുള്ള ആരോപണം നടത്തിയതുൾപ്പെടെ നമുക്കറിയാം. ഹരിയാനയിൽ നിന്നും വിനേഷ് ഫോഗാട്ട് ജയിച്ചു വന്നപ്പോൾ അതിനുള്ള മറുപടിയായി തന്നെ ജനങ്ങൾ കരുതിയതും നമുക്കറിയാം. ഇവിടെ പറഞ്ഞു വരുന്നത്, BJP MPമാരിൽ ചിലർ മോദിക്കെതിരെയും അമിത്ഷായ്ക്കെതിരെയും തിരിഞ്ഞിരിക്കുകയാണ്. അവർ കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. അമിത്ഷായും മോദിയും മുന്നോട്ട് വയ്ക്കുന്നൊരു കോക്കസ്, ഒരു ബെൽറ്റുണ്ട്. ആ ബെൽറ്റിൽ ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പോൾ ഒരു പ്രധാന വേഷം കെട്ടുകയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ അടക്കമുള്ളവർക്ക് ഞെട്ടൽ ഉളവാക്കുന്ന ഒരു പുതിയ നീക്കം BJPക്കുള്ളിൽ തന്നെ ഉണ്ടാകുന്നു. BJPയുടെ MPമാരിൽ പലരും അതിന് തയ്യാറെടുത്ത് നിൽക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമെന്നത് ബംഗാളിൽ നിന്നുള്ള MPമാരാണ്. ബംഗാളിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ഉള്ള MPമാർ കൂറുമാറും എന്ന സൂചനകൾ പുറത്തു വരികയാണ്. അടിയന്തര നോട്ടീസോ അതല്ലെങ്കിൽ കൃത്യമായും വിശ്വാസ വോട്ട് തേടുന്ന അവസ്ഥയിലേക്കോ പ്രതിപക്ഷം ഇവരെ കൂട്ടുപിടിക്കുമോ എന്നുള്ളതും ഇനിയുള്ള ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം. ഏതായാലും ഇനിയുള്ള ആഴ്ചകൾ BJPക്ക് ഏറ്റവും നിർണായകമാണ്.